സോ നമ്മൾ സൂക്ഷിക്കുക, ഒരു ഡെയിലി 2.5 to 3 liters വരെ വാട്ടർ ഇൻടേക്ക് മെയിനായിട്ടും ശ്രദ്ധിച്ചേ പറ്റും. വെള്ളം എന്നുള്ളതാണ് നമ്മുടെ മുടിയുടെ ഏറ്റവും വലിയൊരു മോയ്സ്ചറൈസർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മുടിക്ക് കൃത്യമായിട്ട് മോയ്സ്ചറൈസറും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. മുടിയുടെ അവിടെ ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെള്ളം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഉറങ്ങുന്നവരാണെങ്കിൽ കുറച്ച് അധികം നേരം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ മാക്സിമം ഒരു അഡൽറ്റ് ഉറങ്ങേണ്ട ടൈം തന്നെ 6 to 7 hours. 6 ആണ്. അപ്പോൾ 6 hours എങ്കിലും മിനിമം അല്ലെങ്കിൽ മാക്സിമം ഒക്കെ ഉറങ്ങാൻ ശ്രമിക്കുക എന്നൊരു കാര്യമാണ്. സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി മക്കളെ, പോയി എല്ലാം പോയി. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് റിലാക്സിംഗ് ആയിട്ട് കുറച്ച് എന്തെങ്കിലും ചെയ്യുക, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ഒരു ദിവസം ഒരു 15 മിനിറ്റ് കുറച്ച് ചെറിയ ചെറിയ എക്സസൈസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ചെറിയ 2-3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. മുടി നമ്മൾ നനഞ്ഞു കഴിയുമ്പോൾ തോർത്തുമ്പോൾ നല്ല ഹാർഷായിട്ട് തോർത്താതിരിക്കുക. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൈക്രോ ഫൈബറിൻ്റെ ടവലൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഹാർഷായിട്ട് മുടി ഇങ്ങനെ മറ്റേ നമ്മൾ ഹരാജ് ചെയ്യുന്ന പോലെ ആയിരിക്കും അവർക്ക് തോന്നുക. അതുപോലെ തന്നെ ഡെയിലി ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തുക. വീക്ക്ലി ട്വൈസ് മാത്രം ഷാമ്പു കൺസ്യൂം, ട്വൈസ് അല്ലെങ്കിൽ ട്വൈസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം സ്കാൽപ്പ് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. ഡെയിലി ഷാമ്പു യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് നിർത്തുക. ഡ്രയറൊക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ ഡ്രൈ ചെയ്യുന്നത് അത് എപ്പോഴും ഒന്ന് ചെയ്യിക്കുക. അതുപോലെ യൂസ് ചെയ്യുവാണെങ്കിൽ ഹെയർ പ്രൊട്ടക്ഷൻ്റെ സ്പ്രേ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ മുടി കിട്ടുമ്പോൾ ടൈറ്റായിട്ട് കെട്ടി വെക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ കുറച്ചെങ്കിലും ഫോളോ ചെയ്ത് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ടോ. ഓക്കെ, ബൈ.